ഹലോ എവരിവൺ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ ചെന്ന് നമ്മൾ അസംബിൾ ചെയ്ത് അവർക്ക് അറിയാത്ത കസ്റ്റമേഴ്സിനോടായിട്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് സൈറ്റിൽ ചെന്ന് ഡെലിവറി ചെയ്ത് നമ്മൾ അവർക്കൊരു ഡെമോ വീഡിയോ കൊടുക്കുന്നതാണ്. അതായത് ഓരോ കസ്റ്റമർക്കും എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയണമെന്നില്ല. ബ്രഷ് കട്ടർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ ബ്ലേഡ് സെറ്റുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ അടുത്ത് നിന്ന് മെഷീൻ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനോടായിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. മരം മുറിക്കാൻ അതേപോലെ ചെറിയ ചെറിയ പർപ്പസുകൾക്കാണ് നമ്മൾ 18 ടീത്ത് ബ്ലേഡ് ഉപയോഗിക്കുന്നത്. പിന്നെ പുല്ല് വെട്ടാനും ഈ പറഞ്ഞ കണക്കിന് അത്യാവശ്യം കാടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ടാപ്പ് ആൻഡ് ഗോ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് സിംഗിൾ ടീത്തിൻ്റെ ബ്ലേഡാണ്. സിംഗിൾ ടീത്തിൻ്റെ ബ്ലേഡും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 സെറ്റ് ബ്ലേഡുകളാണ് നമ്മുടെ ഈ ബ്രഷ് കട്ടർ, അതായത് റോയൽ കിസാൻ്റെ 52cc ബ്രഷ് കട്ടറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വേറൊരു സംശയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പെയറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഒരു സാധനം പോലും നമുക്ക് കിട്ടായികയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഡൗട്ടാണ്. കസ്റ്റമേഴ്സിന് മാത്രമല്ല, എടുക്കാൻ നിൽക്കുന്ന ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് നമുക്ക് ഇതിൻ്റെ സ്പെയർ കിട്ടുമെന്നുള്ളത്. എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ സർവീസിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊരു 2 ദിവസത്തെ ഡിലേ വരും. കാരണം വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി സർവീസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് പറയുന്നത് ഒരു 2 ദിവസത്തെ ഡിലേ ഉണ്ടാകും. കാരണം വെച്ചാൽ നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് സർവീസ് വരുന്നത് കാരണം നമ്മൾ എത്താനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എത്തുമെന്നാണ് നമ്മൾ കസ്റ്റമറിനോട് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബിലെ പ്ലാറ്റ്ഫോം വഴിയാണ്. നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ മാത്രമാണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയത്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടു നമ്മളോട് ഈ പറഞ്ഞ കണക്ക് തന്നെ എല്ലാ അതിൻ്റെ അകത്തുള്ള നമ്മൾ ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചതിന് നമ്മളോട് ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരും തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല മെഷീനാണ്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന കസ്റ്റമർ വയനാട് നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇതിൻ്റെ വർക്കിന് പോകുന്നവരാണ്. അവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നല്ല മെഷീനാണെന്നുള്ളത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ സ്പെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരുവിധ പേടിയും വേണ്ട. കാരണം വെച്ചാൽ എല്ലാ സ്പെയറും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സർവീസിൻ്റെ കാര്യമാണെങ്കിലും നമ്മളുടെ ടെക്നീഷ്യന്മാർ വന്ന് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ കണക്ക് തന്നെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സ്പെയർസ് എല്ലാം നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. അത് നമ്മൾ പറയുകയാണ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞങ്ങളത് കാണിച്ചു തരുന്നതായിരിക്കും എന്തൊക്കെ നമ്മുടെ കയ്യിൽ സ്പെയർസ് അവൈലബിൾ ആണെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുത്ത കസ്റ്റമേഴ്സിനോടാണെങ്കിലും നമ്മൾ പറയുന്നൊരു കാര്യം നമ്മളുടെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗംബൂട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. നമ്മളെപ്പോഴും സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സേഫ്റ്റി മാത്രം നോക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ടെന്നുള്ളത് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനോടും പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കാണാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രഷ് കട്ടർ എടുക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഞങ്ങൾ ബ്രഷ് കട്ടറാണ് നിലവിലിപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, സബ്സിഡി ഇല്ലാത്തൊരു മോഡലാണ് നമ്മളിപ്പോൾ ഈ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കഴിവതും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പുതിയ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഞങ്ങളുടെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. ഒരുപാട് നന്ദി. ഓക്കെ.